ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ദേ ഈ വീശിക്കൊണ്ടിരിക്കുന്ന ചിറകുണ്ടല്ലോ, അത് വാങ്ങിയ കഥയും ഈ കേക്കിന് പിന്നിലുള്ള രസകരമായിട്ടുള്ള ടെൻഷൻ അടിപ്പിച്ച കഥയാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്താത്തതുകൊണ്ട് തന്നെ സൺഡേ പ്രോഗ്രാം സാറ്റർഡേ ഇതുപോലെ കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാട്ടോ. എൻ്റെ വിചാരം എന്താ, കോയമ്പത്തൂർ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, റിട്ടേൺ വരുന്നു. പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് ആ 1.5 മണിക്കൂർ ട്രാവലുള്ളൂ. അത് സിമ്പിളല്ലേ, ഇപ്പോൾ ഇത്രയല്ലേ പണിയുള്ളൂ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനുണ്ട്, ഹസ്ബൻഡും ഉണ്ട് കൂടെ. അപ്പോൾ അതേ സ്റ്റോറിയൊക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല കാറ്റും കൊണ്ട് തണുപ്പും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെന്താ, അടുക്കടുക്ക് കോയമ്പത്തൂർ അടുത്തെത്താനായി. അപ്പോൾ ആ ഒരു ഷോപ്പുകാരെ വിളിച്ചു. ഇതാണ്ടോ ഉക്കടം സ്റ്റോപ്പ് എത്തി. നമ്മുടെ ഷോപ്പുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് അണ്ണൂർ എന്നുള്ള സ്ഥലത്തേക്കുള്ള ബസ് കയറണം. എന്നാൽ ശരി, ബസ് കയറണ മുമ്പ് ഒരു ചായ കുടിച്ചിട്ട് കയറാമെന്ന് വെച്ചിട്ട് ബസ് കയറി. അവിടെ നിന്നൊരു ഗാന്ധിപുരം വരെ ഒരു ബസ് കയറി. ഒരു 15 മിനിറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നിന്നിട്ടായിരുന്നു പോയിരുന്നത്. പിന്നെ കുഴപ്പമില്ല, 15 മിനിറ്റ് തന്നെയല്ലേ. പിന്നെ അവിടെ എത്തി നോക്കുമ്പോണ്ട് അവിടെ നിന്ന് വേറൊരു ബസ് കയറി 2 മണിക്കൂർ ട്രാവൽ കോയമ്പത്തൂർ കഴിഞ്ഞിട്ട്. എന്നിട്ട് കുറച്ച് നടന്ന് ആകെ ഇരുട്ടക്കൂടിയും ഏതൊക്കെയോ വഴി കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഫൈനലി നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഈ സാധനം വാങ്ങിക്കാനാണ് ഞാൻ ഈ കോയമ്പത്തൂർ വരെ പോയത്. അത് തന്നിട്ട് അവരങ്ങോട്ട് പോയി. ടാറ്റാ ബൈ ബൈ സി യു. എന്നിട്ടിതേ ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് വരണമല്ലോ. സമയം ഇപ്പം തന്നെ 8:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കിട്ടിയ സന്തോഷത്തിന് ഞാൻ ഡാൻസൊക്കെ കളിച്ചിരുന്നു ഗൈസ്. കാരണം നമ്മൾ ആഗ്രഹിച്ച് എഫേർട്ട് എടുത്ത് വാങ്ങിച്ച സാധനമല്ലേ. ഞാൻ മുമ്പ് ബുക്ക് ചെയ്ത സാധനം ആ സമയം വരെ എത്തിയിരുന്നില്ല. നാളെ പ്രോഗ്രാം, എൻ്റെ കസ്റ്റമർക്ക് ഈ ഒരു കേക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അവരെ സന്തോഷപ്പെടുത്തണ്ടേ എന്ന് കരുതി ഞാൻ കോയമ്പത്തൂർ പോയി വാങ്ങിച്ചു തന്നെ വരുള്ളൂ എന്ന് വെച്ചിട്ട് പോയതാട്ടോ. പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബിരിയാണിയും കൂടെ കഴിച്ചിട്ട് ബസ് കയറിയിട്ടുണ്ട്. 9:30 ബസ് കയറി വീടെത്തുമ്പോൾ 11:15 ഞാൻ ആവശ്യപ്പെട്ട കളറിൽ വിങ്സ് കിട്ടിയില്ല. അവിടെ ഇത് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടിരുന്നത്. എന്നാൽ സാരമില്ല, കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ അതന്നെ വാങ്ങിച്ചിട്ട് വന്നു. നമുക്ക് ആ കേക്കുമ്മ വെച്ച് പരീക്ഷിച്ച് നോക്കണമല്ലോ എന്താ അവസ്ഥ എന്നും. ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ഒന്നും ഡീറ്റെയിൽഡായിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആണ് പ്രോഗ്രാം. ഞാൻ അതെല്ലാം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാട്ടോ. പിന്നെന്താ, ഭയങ്കര ടെൻഷനുണ്ട് എന്താവും എന്നുള്ള കാര്യത്തിൽ. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ശ്രമിച്ച് നോക്കാം എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈസൊക്കെ സേഫായിട്ട് കൊണ്ടുപോകണം. ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പണിവളിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഏറ്റവും താഴെ വെക്കുന്ന ടയർ ഉണ്ടല്ലോ, അത് ഡമ്മി ആയിരുന്നു. ആ ഡമ്മിയുടെ അതായത് ഡബിൾ ടാപ്പൊക്കെ ഇളകിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു മിസ്റ്റേക്കായി പോയി. നമ്മുടെ പാലക്കാട് തരുൺ വിഹാർ എന്നുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് പ്രോഗ്രാമായിരുന്നു. അവിടെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോയതും അവർ എൻ്റെ അടുത്ത് വന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് എല്ലാ സാധനങ്ങളും അവരെന്നെ വെച്ച് തന്നു കേട്ടോ. ഓഡിറ്റോറിയത്തിലാണെങ്കിലോ പെട്ടെന്ന് എല്ലാവരും വരാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആയിക്കോട്ടെ, ആൾക്കാരൊക്കെ എത്തിയെന്ന്. പക്ഷേ എൻ്റെ ഫ്രണ്ടായിരുന്നു കസ്റ്റമർ. അവൾ പറഞ്ഞു, നീ സമാധാനത്തിൽ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല, പേടിക്കേണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ അവൾ എന്നെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് താഴെ ഡമ്മിയും മേലെ ട്രാൻസ്പെറൻറ്റ് സ്പേസറെല്ലാം വെച്ച് സെറ്റാക്കിയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു താഴത്തെ ഡമ്മി ഇളകിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മേലെ ഈ കേക്കുകളും ബട്ടർഫ്ലൈ ഒക്കെ വെക്കുമ്പോൾ അത് ചെരിഞ്ഞ് പോകുന്ന പോലെ തോന്നിയിരുന്നു. ഒരു ഡൗട്ട് വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഐഡിയ തോന്നി, നമുക്ക് താഴത്തെ ടയർ എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളുമെന്ന്. അങ്ങനെ അവളോട് ചോദിച്ചു. അവൾ അതന്നെ പറഞ്ഞു, ഇത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല, ചിലപ്പോൾ വീണാലോ എന്നൊക്കെ. അപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് ഞാൻ ആ താഴത്തെ ടയർ എടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിരുന്നു. ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഇതിങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് കാണാൻ കേട്ടോ. അവിടെ ഉള്ളവരെല്ലാവരും എന്നോട് വന്നിട്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് കൂടാതെ അവർ 4 kg ഒരു
പീസ് കേക്കും പറഞ്ഞിരുന്നു, പിന്നെ 12 കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഒന്നും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. എന്നാലും ചുളിവിൽ ഞാനും കൂടെ പോയി ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ അത് കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് അവരുടെ സെലിബ്രേഷൻ. ഇത് കണ്ടപ്പോൾ ഒന്നുകൂടെ സന്തോഷം കൂടി. കാരണം എന്നെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു വർക്ക് എന്നെ ഏൽപ്പിച്ച് മാഷാ അല്ലാ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.